മാസപ്പിറവി ദൃശ്യമായതോടെ പുണ്യ റമദാനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് UAE. ഇനി ഒരു മാസക്കാലം മുസ്ലിം വിശ്വാസികൾക്ക് വ്രതവിശുദ്ധിയുടെ ആത്മസമർപ്പണത്തിന്റെ നാളുകളാണ്. ഇഫ്താറിനായി പ്രത്യേക സൗകര്യങ്ങളും പള്ളികളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. സാഹോദര്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും നിമിഷങ്ങൾ സമ്മാനിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലടക്കം രാജ്യത്തെങ്ങും ഇഫ്താർ സംഗമങ്ങൾ നടക്കും. അതേസമയം റമദാനോടനുബന്ധിച്ച് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയത്തിലെ മാറ്റം നാളെ പ്രാബല്യത്തിൽ വരും. 2 മണിക്കൂർ ഇളവാണ് ജീവനക്കാർക്ക് ലഭിക്കുക. സ്കൂളുകളുടെ പ്രവർത്തന സമയത്തിലും നാളെ മുതൽ മാറ്റമുണ്ട്. ദുബായ്, സാലിക്, അബുദാബി ടോൾഗേറ്റ്, പാർക്കിംഗ് എന്നിവയിലെല്ലാം നാളെ മുതൽ മാറ്റമുണ്ടാകും. റമദാൻ മാസത്തിൽ ദുബായിൽ 9 അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിക്കാതിരിക്കാൻ പരിശോധനകൾ ശക്തമാക്കും. ദുബായ് വാണിജ്യ വികസന വകുപ്പാകും ദിവസേന വിൽപ്പന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ വർഷം 7702 നിയമലംഘനങ്ങളാണ് റമദാൻ മാസത്തിൽ കണ്ടെത്തിയത്. പാചക എണ്ണ, മുട്ട, പാലുൽപ്പന്നങ്ങൾ, അരി, പഞ്ചസാര, കോഴിയിറച്ചി, പരിപ്പ് വർഗ്ഗങ്ങൾ അടക്കമുള്ള അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കരുതെന്നാണ് കർശന നിർദ്ദേശം. പരിശോധനകൾ ശക്തമാക്കുമെന്നും ദുബായ് വാണിജ്യ വികസന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. UAEയിൽ തണുപ്പുകാലം മാർച്ച് 20 ഔദ്യോഗികമായി അവസാനിക്കും. വരും ദിവസങ്ങളിൽ പകൽ സമയത്ത് ചൂട് കൂടാൻ ഇടയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ശൈത്യകാലം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ കാലാവസ്ഥയിൽ പുതിയ മാറ്റങ്ങൾ പ്രകടമാണ്. അതിരാവിലെയും വൈകുന്നേരങ്ങളിലും നല്ല തണുപ്പ് അനുഭവപ്പെടാൻ ഇടയുണ്ട്. ചിലപ്പോൾ മഴയ്ക്കും മഞ്ഞിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. NTV UAE to the world.